സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. ഇവ നിങ്ങൾക്കുണ്ടാക്കി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. 2 പത്രോസ് 1:8 വാക്യം. നട്ടലില്ല, ചിന്തകളില്ല, ഒഴുകിനൊത്തു പോകുന്നു. കടൽക്കണവയുടെ ജീവിതം നമ്മെ കാണിക്കുന്നതാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പക്വത നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടായ്മയാണ്. നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക എന്നതാണ്. നിങ്ങളും ഞാനും വളരുന്നതിനായി വിളിക്കപ്പെട്ടവരാണ്. മാനസികമായി ക്രിസ്തുവിൽ പരിജ്ഞാനത്തിലുള്ള വളർച്ചയിലും ആത്മീയമായ നന്മ, സ്ഥിരത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള ഗുണങ്ങളിലും പ്രായോഗികമായ സ്നേഹം, അതിസൽക്കാരം, കൃപാവരങ്ങളുടെ ഉപയോഗം എന്നിവയിൽ പുതിയ വഴികൾ കണ്ടെത്തിയും വളരണം. ഇപ്രകാരം വളർച്ചയുണ്ടായ നാം ഉത്സാഹമില്ലാത്തവരും നിഷ്കളങ്കരുമാരും ആയിരിക്കില്ല. വളർച്ചയ്ക്കായുള്ള വിളി 70 വയസ്സുകാരനും ചെറുപ്പക്കാരനും ഒരുപോലെ ജീവൽപ്രധാനമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സമുദ്രം പോലെ വിശാലമാണ്. അതിൻ്റെ ഏതാനും വര മാത്രമേ നാം നീണ്ടിട്ടുള്ളൂ. പുതിയ ആത്മീയമാണ്. അതിൻ്റെ ഏതാനും വര മാത്രമേ നാം നീണ്ടിട്ടുള്ളൂ. പുതിയ ആത്മീയ സാഹസികയാത്ര നടത്താം. ദൈവത്തിൻ്റെ അപകടമായ അഭേദ്യ ഗുണങ്ങളിലേക്ക് പഠിക്കുക, ശുശ്രൂഷിക്കുക, ദൗത്യങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെ വളരുക. നിങ്ങൾ ഏത് സ്വഭാവ പ്രത്യേകതകളിലാണ് ദൈവം വളർച്ച പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഏത് കൃപാവരമാണ് പുരോഗതി പ്രാപിക്കേണ്ടത്? അല്ലെങ്കിൽ എന്ത് പുതിയ ശുശ്രൂഷ ദൗത്യത്തിലേക്കാണ് ദൈവം നിങ്ങൾ നടത്തുന്നത്? പ്രാർത്ഥിക്കും. പിതാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിലേക്ക് അനുദിനം വളരുവാനുള്ള അദമ്യമായ താല്പര്യം എന്നെ സൃഷ്ടിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.